സാധനങ്ങളെല്ലാം റെഡിയായി. ചുവന്ന ചട്നി, മല്ലിയില ചട്നി, ഇത് പാവ്. അമ്മ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഉള്ള ആൾക്കാര് ഒളിച്ചൊളി ചെയ്യട്ടോ വീഡിയോയിൽ മുമ്പിൽ വരാൻ വേണ്ടി. ഞാൻ ഈ പിടിച്ചോണ്ട് വന്നേ അല്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് നോക്കി പറ നല്ല ടേസ്റ്റ് ഉണ്ടത്. ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് വെളിച്ചെണ്ണ അല്ല, ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ മേടിച്ചില്ലേ, നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഫുൾ ഒഴിച്ച് ഇപ്പൊ കഴിഞ്ഞത്. ഞാനാണെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോന്നെ. ഇത് അതിനെക്കൊണ്ട് സൂപ്പാ. മുളക് ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടിത്തെറിക്കുമെന്ന്. നല്ലതായിട്ട് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്ന ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടാപ്പാവാണ്. യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ഇനി അടുത്ത ഡിഷ് എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് എപ്പോഴും നമ്മുടെ കേരള സ്റ്റൈലി ഡിഷസാണ് പൊതുവേ ഉണ്ടാക്കുന്നത്. അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാൽ എന്താ എന്നൊരു നേരത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോളി വരാൻ പോവല്ലേ, അപ്പം വെള്ളിയാഴ്ച ഹോളി. അപ്പം പിന്നെ ഹോളിയുടെ അന്ന് തന്നെ വടാപ്പാവ്, അതിന് മുമ്പിട്ട് വടാപ്പാവ് ഉണ്ടാക്കി ഒരു ഡിഷ് ഇടാം, ഹോളിക്ക് വേണ്ടി ഡിഷ് ഇടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് വടാപ്പാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വടാപ്പാവിന് വേണ്ടി പാവ് എന്തോ കുറേ പ്രാവശ്യം ഇങ്ങനെ തപ്പി. ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിനകത്ത് എല്ലാം പോയപ്പോൾ അവിടെയെങ്കിലും പാവില്ല. കാരണം എല്ലായിടത്തും ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ബർഗർ ടൈപ്പുള്ള ബണ്ണ് അതേ ഉള്ളൂ. അല്ലാതെ അതിന് സ്പെഷ്യലായിട്ടുള്ള പാവ, ഈ ഒരു ഷേപ്പായി പാവിന്. ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പം ഇവിടെ എങ്ങും ചോദിക്കുമ്പോൾ ഈ സാധനം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. നോർത്ത് ഇന്ത്യൻസിനാണ് പൊതുവെ ഇത് ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടാപ്പാവാം. അപ്പം ഇവിടെ അടുത്ത് പോകണമെങ്കിൽ ട്രിവാൻഡ്രത്ത് ലുലുവിൽ പോയാലും ഈ സാധനം കിട്ടും. കറക്റ്റ് ഈ സാധനം കിട്ടണമെങ്കിൽ. എനിക്കറിയില്ല ഇനി ഇവിടെ എവിടെയെങ്കിലും ഷോപ്പിനകത്തുണ്ട്. കാരണം ഞാൻ കുറേ തപ്പിയപ്പോൾ അവിടെ എങ്ങും കിട്ടിയില്ല. 35 രൂപയുള്ളൂ. പക്ഷേ എന്തോ 6 എണ്ണേ ഉള്ളൂ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹോളിക്ക് മുമ്പിട്ട് ഈ വടാപ്പാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ താങ്ക് യു ഷിബിജ ഉണ്ടായതാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ വടാപ്പാവ് ഇപ്പോൾ ഹോളിക്ക് മുമ്പിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹോളി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ ആദ്യം ഇത് വട ഓൾറെഡി പപ്പ ഉണ്ടാക്കും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ്. അപ്പം പപ്പ എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു വട പപ്പ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. 2 ചട്നിയുണ്ട്. ഒരു മല്ലിയില ചട്നിയുണ്ട്, പിന്നെ ഒരു സ്പൈസി ഒരു ചില്ലിയുടെ ഒരു ചട്നി ഉണ്ട്. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കും, വട ഉണ്ടാക്കും. പിന്നെ പപ്പേനെ ഞാൻ ഹെൽപ്പ് ചെയ്യും. വടയാണ് ഇതിനകത്ത് മെയിൻ. അത് നമ്മൾ കഴിക്കുമ്പോഴാണ് വടാപ്പാവിൻ്റെ ആ ഒരു ഒരു എന്തോ പറയുന്നത്, ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. മല്ലിയില ചട്നി ഉണ്ടാക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്താ ഇതിനു വേണ്ടി പാവിൻ്റെ കൂടെ ഒരു മല്ലിയില പുതിനയില ചട്നി വേണമെന്ന്. അതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ പച്ചമുളക്. അത് എരിവനുസരിച്ച് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒരു സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ 2 എണ്ണം ഇട്ടെ. പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 5 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കാണാം മല്ലിയില ചട്നി എങ്ങനെയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ. ഇത് വെച്ചിട്ട് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരയണം. ഇതിൻ്റെ ആ മല്ലിയിലയുടെ ആ മണം ഉണ്ടല്ലോ, അതിങ്ങനെ അടിച്ച് വരും. കണ്ടോ? കണ്ടോ? നല്ല ലൂസായിട്ട് കിട്ടി.
ഇത് ഇനി പാവിനകത്ത് ഇനി അങ്ങ് ഒഴിച്ചാൽ മതി. ഇത് മാറ്റിയിരിക്കട്ടെ. നമുക്കിനി അടുത്ത ചട്നി ഇപ്പോഴേ ഉണ്ടാക്കുന്നില്ല, അത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കാം, അതാ നല്ലത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വടപ്പാവിൻ്റെ വട. അതിന് വേണ്ടി ഒരു 5 ഉരുളൻകിഴങ്ങ് എടുക്കണം. ഇതാണെങ്കിൽ കുക്കറിലിട്ട് ഒരു 4 or 5 വിസിൽ കേട്ടിട്ട് കുക്കർ ഓഫ് ചെയ്യണം. പിന്നെ അത് അവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആദ്യമേ എടുത്ത് കുക്കറിൽ വെച്ച്. ഇതാ പപ്പ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. പപ്പ ഇവിടെ ഇതോ ക്യാമറയിൽ കാണട്ടെ. ആദ്യം നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് ഉടയണം. ഇപ്പൊ കേട്ടോ നിങ്ങൾ, നല്ലതായിട്ട് ഉടയണം. പപ്പയ്ക്ക് ചിരി വരും. പപ്പ ഞാനും ആദ്യമായിട്ടാ വീഡിയോ ചെയ്ത്. ഇതിനു മുമ്പ് അങ്ങനെ വീഡിയോസ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ പപ്പയുടെ കൂടെ കാണിച്ച്, എനിക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഇങ്ങനെ അതിനകത്ത് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ പപ്പയുടെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു വടപ്പാവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പം പപ്പ പറഞ്ഞു ശരി ഉണ്ടാക്കാം. എന്നിട്ട് പപ്പയുടെ കൂടെ പറഞ്ഞിട്ട് പപ്പ വൈകിട്ട് വരുമ്പോൾ ഉണ്ടാക്കാന്നാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇവിടെ ഒരുങ്ങി നിൽക്കുമായിരുന്നു വരാൻ വേണ്ടി. പപ്പ എവിടുന്നാ ഇത് പഠിച്ചേ, ഇത് വടപ്പാവ് ഉണ്ടാക്കാൻ? പപ്പ നേരത്തെ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടിരുന്നേ. എത്ര വർഷം ഉണ്ടായിരുന്നു ബോംബെയില്? ഒരു 10-15 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ക്യാമറ നോക്ക്, ക്യാമറ അവിടെ ഇരിക്കുന്നത്, അവിടെ നോക്കി സംസാരിക്കണം. ആൾക്കാർ നമ്മളെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഈ നാണോ സംസാരിക്കാൻ? അപ്പൊ അങ്ങനെ എല്ലാരോടും അങ്ങനെ സംസാരിക്കാറില്ല, കുറച്ച് സംസാരിക്കും, അടുത്ത് പരിചയമുള്ളവരോട് സംസാരിക്കും അങ്ങനെ. അപ്പൊ പപ്പ അവിടെ പോയി പഠിച്ചതാ ഇത് എങ്ങനെ ഇപ്പൊ ഉണ്ടാക്കുന്നതെന്ന്. വടപ്പാവ് അവിടെ നിങ്ങൾ ഇത് കഴിക്കുമായിരുന്നോ? നല്ല ടേസ്റ്റാ. ഇപ്പം പപ്പയാണെങ്കിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഉടഞ്ഞു വരണം. അങ്ങനെ ഉടഞ്ഞ് വന്നിട്ട് ഇത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിനു വേണ്ടി പപ്പ പറഞ്ഞത് വെളുത്തുള്ളി ആണെങ്കിൽ നല്ലതായിട്ട് ചോപ്പ് ചെയ്യണം. ഒരു ഇരുമ്പെടുത്ത് തരാം. അതേപോലെ പച്ചമുളകും അതുപോലെ ചോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് കടുക് വറുക്കണം. കടലമാവ് വേണം ഇനി അടുത്തല്ലേ. വെളുത്തുള്ളി നല്ലതായിട്ട് ചതയ്ക്കണം കേട്ടോ. ചതച്ച് നമ്മൾ നല്ലതായിട്ട് ചതച്ച് ഇനിയിപ്പോ ഇനി എന്താ വേണം? ഇനി നമുക്ക് ഞാൻ മല്ലിയില ഇതുകൊണ്ട് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് ഇനി ചീനിച്ചട്ടി ഇട്ടിട്ട് ഇത് ചൂടാക്കണം. ഇത് ഫുള്ളും കൂടെ നമുക്ക് ചീനിച്ചട്ടി എടുത്തിട്ട് ചൂടാക്കാം. ഇപ്പൊ കടുകാണ് ഇട്ടേ നമ്മള്. നമ്മളിപ്പോ വെളുത്തുള്ളിയും പച്ചമുളകും ഇത് രണ്ടും കൂടെ ചെറിയ ഇതായി കഴിയുമ്പോ, ചെറിയ ചുമക്കണ്ട, അങ്ങനെ ചുമക്കണ്ട, വാടി കിട്ടിയാൽ കിഴങ്ങിട്ട് ഇളക്കണം. കിഴങ്ങിടണം, ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം, ഉപ്പ് ഇടണം. ഈ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി കുറച്ച് പോരെ? ഉപ്പ് പാകത്തിന്.
ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സിങ്ങിനകത്തല്ലേ പപ്പേ കാര്യം? ഇനിയിപ്പോ എന്ത് പപ്പയിട്ട മല്ലിയല്ല? ആ ഇവിടെ വെള്ളമാവരുത്. വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ പിടിക്കത്തില്ല. കുറുകുറാന്നിരിക്കണം. ഈ ചീനിച്ചട്ടി എടുത്ത് എണ്ണ ഒഴിക്കണം. ചീനിച്ചട്ടി കത്തിക്കാം. നമ്മള് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലേ ഇപ്പൊ ടേസ്റ്റ്? ഏറ്റവും ടേസ്റ്റ് ഏതാ? വെളിച്ചെണ്ണ ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടും. ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ. ഞാനാണെങ്കിൽ പപ്പയുടെ കൂടെ ചോദിച്ചായിരുന്നു സൺഫ്ലവർ വേണോ വെളിച്ചെണ്ണ വേണോ. അപ്പൊ പറഞ്ഞു ടേസ്റ്റിന് നല്ലത് വെളിച്ചെണ്ണ. നമ്മുടെ പക്ഷെ കടകളിലൊന്നും വെളിച്ചെണ്ണ എടുക്കത്തില്ല. അവരെപ്പോഴും അവർക്ക് നഷ്ടമാണ്. കാരണം ഇതിന് തന്നെ ഇപ്പൊ കിലോ 320 രൂപയോ 1 ലിറ്ററിനല്ലേ? ആ ഇതിനിപ്പോ 1/2 ലിറ്റർ ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് 165 രൂപയായി ഇതിന്. ടേസ്റ്റ് ആയിട്ട് കടയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ആ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇവിടെ എന്താ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്ത്. പക്ഷെ ഭയങ്കര വിലയാ വെളിച്ചെണ്ണ. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ? ഭയങ്കര വില കൂടുതലാണ്. പക്ഷെ നമ്മൾ വീട്ടിലെടുക്കും. ഇപ്പൊ എത്ര വില കൂടുതലാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തുള്ളൂ ഇവിടെ. ആ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നമുക്ക് വെളിച്ചെണ്ണ അല്ല ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ മേടിച്ചില്ലേ? നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ആ ഒത്തിരി വേണോ? മൊത്തം ഒഴിക്കണം. ഫുൾ ഒഴിച്ച്. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ എപ്പോഴും കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വട ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെയായിരുന്നു. ഓർമ്മയുണ്ടോ പപ്പയ്ക്ക്? ഞാനാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. പപ്പ കുറച്ചും കൂടെ ഒഴി. കാരണം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയുണ്ട്. ഞാൻ കുറച്ച് എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് പൊങ്ങി കിടക്കുമ്പോഴാണ് മൂക്കത്തുള്ളൂ. വട റെഡിയാക്കി. എണ്ണ തിളക്കട്ടെ. എണ്ണ തിളയ്ക്കുമ്പോ ഇത് മുക്കി വട കടലമാവിനകത്ത് മുക്കി എണ്ണക്കകത്ത് ഇടണം. നല്ലതായിട്ട് തിളച്ച് എണ്ണ നല്ലതായിട്ട് തിളച്ചല്ലേ? അടുത്ത് നമ്മളിട്ട് ഇതിന് ആ വടയ്ക്കാണെങ്കിൽ കറക്റ്റ് ഒരു ഫോം ഉണ്ട്. അത് കറക്റ്റ് രീതിയിൽ കുഴച്ചെങ്കിലേ ആ ഒരു കറക്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ? ആ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിന്നെ അതങ്ങ് പോകും. വട റെഡി. നിങ്ങൾ കണ്ടോ? ഇത് അതാണ് നല്ല ടേസ്റ്റ് ചെയ്ത്. നീ ഇത് വേണം കഴിക്കട്ടെ. ചൂടോടെ ഇത് കഴിക്കട്ടെ. അപ്പ നല്ല ടേസ്റ്റ്. ആ ചൂട് പപ്പയ്ക്ക് കുറച്ച് കൊടുത്തു. പപ്പയ്ക്ക് കുറച്ച് കഴിച്ചു നോക്ക്. മതിയോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് അല്ലാതെയും കഴിക്കാൻ കൊള്ളാം. ഇപ്പം ബ്രെഡിനകത്ത് വെച്ച് കഴിക്കണമെന്നില്ല, അല്ലാതെ രണ്ടിനകത്തും തിന്നാൻ കൊള്ളാന്നാ പറഞ്ഞത്. ഇതാ ഫോം എല്ലാം കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഞങ്ങളാണെങ്കിൽ ഇതിന് മുമ്പിട്ട് ഉണ്ടാക്കിയതിനെക്കാട്ടിലും ടേസ്റ്റ് ഇപ്പോഴുണ്ട് അല്ലേ? നേരത്തെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാ. അതിനെക്കാട്ടിലും ടേസ്റ്റ് ഇപ്പോൾ ഉണ്ട്.
അതിനെക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും കൂടെ കഴിക്കുകയാണ്. ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സാധനമുണ്ട്. നമ്മളിപ്പോൾ പാവിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ വട ഉണ്ടാക്കി. ബട്ട് ടേസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് തിന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു റെഡ് ചട്നി വേണമെന്ന്. അതിനു വേണ്ടി നമ്മൾ ബാക്കി വന്ന കടലമാവെല്ലാം കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് മുക്കി ഇതിനകത്ത് ഇടുക. അപ്പം ഇത് കറക്റ്റായി. വെച്ചപ്പോൾ മതി. ഇനി നമ്മൾ വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ തന്നെ എണ്ണയ്ക്കകത്ത് ഇടണം. നമ്മളിത് കഴുകി തൊലി ഇളക്കണമെന്നില്ല. തൊലി ആയാലും പ്രശ്നമില്ല. നമുക്കിത് അരയ്ക്കാനാണ്. ഇതിൻ്റെ വെള്ളം തന്നെ ഞാൻ തോർത്തിനകത്തിട്ട് തുടച്ചിട്ട് എടുത്തതാണ്. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തിടാം. മുളകെല്ലാം കൂടി ഇടട്ടെ. മുളകെല്ലാം കൂടി ഇതിനകത്ത് ഇടട്ടെ. മുളക് ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടിത്തെറിക്കുമെന്ന്. നല്ലതായിട്ട് ഇത് നമ്മൾ കീറി ഈ വെള്ളം നനവ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും പൊട്ടിത്തെറിച്ച്, അല്ലെങ്കിൽ നല്ലതായിട്ട് പൊട്ടിത്തെറിക്കും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കാരണം ഇതിനു മുമ്പോട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വെളുത്തുള്ളിയും കൂടെ ഇടാം. നമ്മൾ സിമ്മിനകത്താണ് വെച്ചേക്കുന്നത്. കഴിച്ചോ. മതിയായിരിക്കും പപ്പേ, നമുക്ക് എടുക്കാം. പോരെ, മതി. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനകത്ത് വെളുത്തുള്ളി ഞാൻ പറയില്ലേ, നമ്മൾ വെറുതെ പൊളിക്കേണ്ട, ഇളവി വരും. അതിലായിരുന്നോ ഇനി റെഡ് ചില്ലി ചട്നി ഉണ്ടാക്കണ്ടേ? ആദ്യം ഇത് ഫുള്ള് ഇതിനകത്തിടുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സിക്കകത്തിട്ട് അടിക്കാൻ വേഗം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, സാധനങ്ങളെല്ലാം റെഡിയായി. ചുവന്ന ചട്നി, മല്ലിയില ചട്നി, ഇത് പാവ്. കാരണം മല്ലിയില വെച്ചു, വട വെച്ച്, അല്ല ഇതിനകത്ത് പൊടി പോലെ പൊടി ഇട്ടിട്ട് പിന്നെ ഒരു മുളകും വയ്ക്കണം. ഇതാണ് വടപ്പാവ്. ഷിവിൻചാനാണ് നമുക്ക് പാമ്പ് കൊണ്ട് തന്നെ. ഇതാ ഷിവിൻചാൻ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? സത്യം പറ ഷിവിൻചാ, ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇത് നോക്കി പറ, ക്യാമറ നോക്കി പറ. വട നല്ല ടേസ്റ്റ് അല്ലേ? അമ്മ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ.
നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ. ആ മല്ലിയിലയുടെ വടയുടെ ടേസ്റ്റാ ഭയങ്കര. ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ വേണം. നമ്മൾ കടയിൽ നിന്ന് ഇടുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. എല്ലാരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഉള്ള ആൾക്കാര് ഒളിച്ചൊളിച്ച് ചെയ്യണം വീഡിയോയിൽ മുമ്പിൽ വരാൻ വേണ്ടി. ഞാൻ ഈ പിടിച്ചോണ്ട് വന്നേ. അല്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് നോക്കി പറ നല്ല ടേസ്റ്റ് ഉണ്ടത്. അങ്ങനെ വടാപ്പം ഇത് എല്ലാം കഴിഞ്ഞു തീർന്നു. എന്നാ പിന്നെ ഓക്കെ ബൈ ടാറ്റ ഹാപ്പി ഹോളി.